everyone, welcome back to my channel. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീം ആണ്, സ്പെഷ്യൽ ചക്ക ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. നല്ലോണം പഴുത്ത ചക്കയാണ് എടുക്കേണ്ടത്. ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചക്കയുടെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ മതി. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലിൽ നിന്ന് 1/2 കപ്പ് പാലെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ബാക്കി പാലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് കുറുകി കിട്ടണം. നല്ലോണം കുറുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയിലിട്ട് ഇതൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് ചക്ക നല്ലോണം മിക്സിയിലിട്ട് തന്നെ അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ അടിച്ചു വെച്ചത് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രമായിട്ട് എടുത്തേക്കണത്. അതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വയ്ക്കണം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. 2 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 50% സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റുകയാണ്. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. നമുക്കൊരു 8 അവേഴ്സോളം ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് വേണം അതൊന്ന് അടച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ ഐസ് ഇറങ്ങും. 8 അവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഐസ്ക്രീം സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണം കേട്ടോ.